നമസ്കാരം, വണക്കം, വെൽക്കം ടു Le Méridien കൊച്ചിൻ. Le Méridien കൊച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് നിന്ന് കാണും. ഇതാണോ Le Méridien കൊച്ചിൻ? ഇത് തന്നെയാണ് Le Méridien കൊച്ചിൻ. ഈ ആഴ്ച ഇന്നു മുതൽ നമ്മളുടെ ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഡിഷുകൾ നമ്മുടെ ഷെഫ്, ചെട്ടിനാട് ഷെഫ് മിസ്റ്റർ ഷെഫ് മുരുകൻ സ്വാമിനാഥൻ അവർ നമുക്കായി കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരും. ഇന്ന് അവർ കാണിക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞ ഐറ്റമാണ്. വളരെ പോപ്പുലറായിട്ട് നാടൻ കടകളിലൊക്കെ ലഭിക്കുന്ന ഒരു സാധനമാണ്. ഇത് എങ്ങനെയാണ് ഒരു ചെട്ടിനാട് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഷെഫ് മുരുകൻ സ്വാമിനാഥൻ നമുക്ക് കാണിച്ചു തരും. നമുക്കതൊന്ന് കാണാം. വണക്കം ഷെഫ്. வணக்கம். நல்லா இருக்குங்களா? நல்லா இருக்கேன். என்ன இன்னைக்கு பண்ண போகிறோம்? இன்னைக்கு நம்ம பண்ண போகிறது கொத்து பரோட்டா. கொத்து பரோட்டா. ஓகே. கொத்து பரோட்டா. ஓகே. இதுக்கு நம்ம முதல்ல சால்னா பண்ணணும். அது ஒரு கிரேவி. அதுக்கப்புறம் ரெகுலர் பரோட்டா வச்சு நம்ம மிக்ஸ் பண்ணி பண்ண போகிறோம் கொத்து பரோட்டா. ഓക്കെ. ஃபஸ்ட்டு சால்னாக்கு வேண்டிய ஐட்டங்களை நம்ம பண்ண போகிறோம். ആരംഭിച്ചല്ലോ. അപ്പോൾ ആദ്യം ഇതിനെ ഉണ്ടാക്കാൻ സാൽന എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കണം. അതിൻ്റെ സോസാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സാധനം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഓയിൽ. വാട്ട് ഓയിൽ? റെഗുലർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ. എള്ള്, വെളുത്ത എള്ള് ആദ്യം ഇടണം. കസകസ 2 സ്പൂൺ. 2 സ്പൂൺ എള്ള്, 2 സ്പൂൺ കസകസ. കാഷ്യൂനട്ട് കുറച്ച് കൂടുതൽ വേണം. ഒരു 4 സ്പൂണോളം കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. പൊട്ടുകടല, റോസ്റ്റഡ് ചന, അതൊരു 4 സ്പൂൺ. ദിസ് ഹാസ് ടു ബി ഫ്രൈഡ് വെരി വെൽ. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ അത് റോസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ പച്ചമുളക്, തേങ്ങ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രോയിലിംഗ് എന്ന് പറയും. ചെറുതായിട്ടൊരു ഓയിൽ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് ബ്രോയിലിംഗ്. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇത് വെള്ളം ഇട്ടിട്ട് പേസ്റ്റ് ചെയ്യണം. വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ചെയ്യണം. അതാണ് ഈ സാൽന എന്ന് പറഞ്ഞാൽ ആ ഗ്രേവിയാണ് സാൽന. ഇതാണ് കൊത്തു പൊറോട്ടയുടെ കൂടെ ഇട്ടിട്ട് നമ്മൾ ബാക്കി എന്തൊക്കെയോ സാധനം ഇട്ട് ഉണ്ടാക്കാൻ പോകണം. ഇത് ആയി. So this has to be made into a paste. So we'll give it to somebody, get the paste and come. ഇനി നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെങ്കിൽ ഇത് സാധാരണ പേസ്റ്റാണ് നമ്മൾ ഇപ്പോൾ തടുക്ക അടിക്കുന്നത്. തടുക്ക ഫോർ വാട്ട്? ഓ, സോ ഇതിലിപ്പോൾ നമ്മൾ ഗ്രേവിയിലൊരു താളിപ്പ് അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അത് ആ ഗ്രേവി റെഡി ആവുന്നിടത്തോളം അത് റെഡി ആവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു താളിപ്പിൻ്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. വെങ്കായം, തക്കാളി, അതായത് നമ്മുടെ സവാളയും തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാണ്. ഈ സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലയൊക്കെ ഇടും അല്ലേ? കുറച്ച് മസാലയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഗ്രേവി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബോയിൽ ചെയ്ത മട്ടൺ ആഡ് ചെയ്യും. എത്ര നേരം കുക്ക് ചെയ്യണം? இது பாயில் பண்ணால் மட்டன்றதுனால ரொம்ப நேரம் குக் பண்ண அவசியம் இல்லை. ஓகே, ஜஸ்ட் 10 minutes குக் பண்ணால் போதும். இதுக்கப்புறம் இது குக் ஆகிட்டு இருக்கும். கொஞ்சம் நேரம் குக் பண்ணால் போதும். പേസ്റ്റ് ഹസ് കം. ദിസ് ഈസ് ദ പേസ്റ്റ്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യും. ഈ ഗ്രേവിയിൽ ഒരു 4 സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യം തുടങ്ങുന്നത് തന്നെ ഓയിൽ, ഓണിയൻ, ടൊമാറ്റോ ആൻഡ് ചില്ലി, ദെൻ curry leaf. So you have eggs added. ഒരു മുട്ട. How many paratha? 2 paratha. 2 paratha. So one I will do. So you want nice flavor. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവണ വരെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ആ ഓരോ പൊറോട്ടയുടെ ഉള്ളിൽ അതിൻ്റെ ഫ്ലേവർ കയറുള്ളൂ. ഇതാണ് പരിപാടി. ഐ വിൽ ഗെറ്റ് പ്ലേറ്റ്. സോ കൊത്തു പൊറോട്ട ഫോർ യു. ഇതൊരു പോർഷനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. ഇത് നല്ല ഫുള്ളായിട്ടൊരു സാധനമാണ്. ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ വേറൊന്നും വേണ്ട. എഗ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, മട്ടൺ ഉണ്ട്, വെജിറ്റബിൾസും കുറേ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഫുൾ
ഫുൾഫില്ലിങ്. ഇതുപോലത്തെ നല്ല നല്ല വിഭവങ്ങൾക്കായിട്ട് ലെ മെറിഡിയനിലെ ലേറ്റസ്റ്റ് റെസിപ്പിയിലേക്ക് വരിക. ഇവിടെ ഒരു ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവൽ ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 12 ദിവസം ഉണ്ടാവും. അവിടെ വൈവിധ്യമാർന്ന ചെട്ടിനാട് ക്വിസീൻ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. പ്ലീസ് കം ആൻഡ് എൻജോയ് അവർ ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവൽ. See you tomorrow. Bye-bye.